ഐതിഹ്യമാല അധ്യായം 17. വെൺമണി നമ്പൂരിപ്പാടന്മാർ. വെൺമണി നമ്പൂരിപ്പാട്ടിലെ ഇല്ലം കൊച്ചി രാജ്യത്ത് വെള്ളാരപ്പിള്ളി എന്ന ദേശത്താണ്. ആ ഇല്ലത്ത് ഒരു കാലത്ത് മന്ദബുദ്ധിയായിട്ട് ഒരു ബ്രാഹ്മണകുമാരനുണ്ടായി തീർന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ യഥാകാലം ഉപനയനം, സമാവർത്തനം മുതലായവ കഴിച്ചു. ദേവധ്യാനത്തിനായി തൃശ്ശൂർപേരൂർ ബ്രഹ്മസ്വം മഠത്തിൽ കൊണ്ടുചെന്നാക്കുകയും ചെയ്തു. അദ്ദേഹം അങ്ങനെ വേദധ്യയനം ചെയ്ത് തൃശ്ശൂർപേരൂരിൽ താമസിച്ചിരുന്നത് സഹപാഠികളുടെ പരിഹാസപാത്രമായിട്ടാണ്. അദ്ദേഹം ഒരു ഭോഷനും സാധുവുമായിരുന്നതിനാൽ ദുസാമർത്ഥ്യക്കാരനായ ഉണ്ണി നമ്പൂരിമാർ ഇദ്ദേഹത്തെ പല വിധത്തിൽ ഭോഷം കളിപ്പിക്കുകയും പരിഹസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പല അപകടങ്ങളിൽ അകപ്പെടുത്തി ബുദ്ധിമുട്ടിപ്പിക്കുകയും മറ്റും ചെയ്തുകൊണ്ടേയിരുന്നു. അക്കാലത്ത് തൃശ്ശൂർപേരൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ ശ്രീകോവിലിന്റെ ഭിത്തിയിൽ ഒരു ചിത്രമെഴുത്തുകാരൻ ഒരു യക്ഷിയുടെ രൂപം എഴുതുകയും ആ ചിത്രം സകല ലക്ഷണങ്ങളും തികഞ്ഞതായി തീരുകയാൽ അവിടെ ഒരു യക്ഷിയുടെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ യക്ഷി രാത്രി കാലങ്ങളിൽ സഹശയനത്തിനായി ആ ദിക്കിലുള്ള യൗവനയുക്തന്മാരായ പുരുഷന്മാരുടെ അടുക്കൽ ചെല്ലുകയും അങ്ങനെ പലരെ ഉപദ്രവിക്കുകയും പതിവായിരുന്നു. അക്കാലത്ത് ആ ദിക്കിൽ യക്ഷിയാൽ ബാധിതരായി ആ ദിവ്യരതിക്രീഡയെ അനുഭവിക്കുവാൻ അശക്തന്മാരായ പലർ പിറ്റേ ദിവസത്തേക്ക് മരിച്ചു പോവുകയും ചിലർ എണീക്കാൻ പാടില്ലാത്ത വണ്ണം ക്ഷീണിച്ച് അവശന്മാരായി തീരുകയും ചെയ്തു. അങ്ങനെ ചിലർ മാത്രം അപകടമൊന്നും കൂടാതെ സുഖം അനുഭവിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. യക്ഷി ആരെയാണ് പിടികൂടുന്നതെന്ന് നിശ്ചയമില്ലായിരുന്നതിനാൽ അക്കാലത്ത് ആ ദിക്കിലുള്ള പുരുഷന്മാരെയെല്ലാം വളരെ ഭയപ്പെട്ടാണ് രാത്രികാലങ്ങളിൽ കഴിച്ചുകൂട്ടിക്കൊണ്ടിരുന്നത്. മേൽപ്പറഞ്ഞ ചിത്രത്തിന്റെ അടുക്കൽ പുരുഷന്മാരാരെങ്കിലും ചെന്ന് ഇന്ന് രാത്രിയിൽ എന്റെ അടുക്കൽ വരണം എന്ന് പറഞ്ഞാൽ അന്ന് രാത്രിയിൽ ആ യക്ഷി ആ പുരുഷന്റെ അടുക്കലെത്തും. ആ യക്ഷിക്ക് അങ്ങനെ ഒരു വിശേഷം കൂടി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഒരു ദിവസം വൈകുന്നേരം ചില ഉണ്ണി നമ്പൂരിമാരും വെൺമണി നമ്പൂരിപ്പാടും കൂടി വടക്കുനാഥ ക്ഷേത്രത്തിൽ തൊഴുവാനായിട്ട് പോയി. അവിടെ ചെന്ന യഥാക്രമം ഓരോ ദേവന്മാരെ തൊഴുത് ആ യക്ഷിയുടെ ചിത്രത്തിന്റെ അടുക്കൽ ചെന്നപ്പോൾ ഉണ്ണി നമ്പൂരിമാരെല്ലാരും കൂടി പറഞ്ഞിളക്കി വെൺമണി നമ്പൂരിപ്പാടിനെ കൊണ്ട് ആ യക്ഷിയുടെ അടുക്കൽ ഇന്ന് രാത്രിയിൽ എന്റെ അടുക്കൽ വരണമെന്ന് പറയിച്ചു. എല്ലാവരും കൂടി അങ്ങനെ പറയണമെന്ന് നിർബന്ധിച്ചതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നല്ലാതെ അങ്ങനെ പറയുന്നത് എന്തിനായിട്ടാണെന്നൊന്നും അങ്ങനെ പറഞ്ഞാൽ ഉണ്ടാകുന്ന ഫലം എന്താണെന്നൊന്നും അദ്ദേഹത്തിന് അറിവില്ലായിരുന്നു. തൊഴുതെന്ന് കഴിഞ്ഞ് എല്ലാവരും കൂടി ബ്രഹ്മസ്വം മഠത്തിലേക്ക് പോയി. സന്ധ്യാവന്ദനാദികളും അത്താഴവും കഴിഞ്ഞു. പതിവ് പോലെ എല്ലാവരും അവരവരുടെ കിടപ്പ് സ്ഥലത്ത് ചെന്ന് കിടക്കുകയും ചെയ്തു. എല്ലാവരും ഉറക്കമായപ്പോൾ യക്ഷി ആ മഹാൻ നമ്പൂരിപ്പാട്ടിന്റെ അടുക്കലെത്തി. യക്ഷി ചെന്ന് തൊട്ടയുടനെ അദ്ദേഹം ഉണർന്നു. പിന്നെ അവർ യഥേഷ്ടം സുഖാനുഭൂതിയോടും കൂടി സഹശയനം ചെയ്തു. ആ ദിവസം വരെ ബ്രഹ്മചര്യത്തോടുകൂടിയും സ്ത്രീ സുഖം അറിയാതെയും ഇരുന്ന നമ്പൂരിപ്പാട്ടിലേക്ക് ആ യക്ഷിയുടെ സഹശയനം പരമാനന്ദകരമായി ഭവിച്ചു. അപ്രകാരം തന്നെ യക്ഷിക്കും അദ്ദേഹത്തിന്റെ സഹശയനം ഏറ്റവും തൃപ്തികരവും സന്തോഷവുമായിരുന്നു. ആ യക്ഷിക്ക് അന്നത്തെ പോലെ തന്നെ ഒരു സുഖവും തൃപ്തിയും അതിനു മുമ്പൊരിക്കലും ഉണ്ടായതായി തോന്നിയിട്ടില്ല. സുഖാനുഭാവങ്ങളെല്ലാം കഴിഞ്ഞ് അന്ത്യയാമം ആകാറായപ്പോൾ യക്ഷി, എനിക്കിവിടെ താമസിക്കുവാൻ പാടില്ല, മനുഷ്യ സഞ്ചാരം തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് സ്വസ്ഥാനത്തെത്തണം, അതിനാൽ ഇപ്പോൾ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഉടനെ നമ്പൂരിപ്പാട് ഇന്ന് രാത്രിയിലും വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ യക്ഷി പറഞ്ഞു, അവിടേക്ക് അങ്ങനെ ഒരു ആഗ്രഹം എന്റെ പേരിൽ സന്തോഷവും ഉണ്ടെങ്കിൽ ഞാൻ ഇന്നെന്നല്ല എല്ലാ ദിവസവും രാത്രിയിലും അവിടുത്തെ അടുക്കൽ വന്നുകൊള്ളാം. എന്നാൽ ഒരു കാര്യമുണ്ട്, അതുകൂടി പറഞ്ഞേക്കാം. അവിടുന്ന് എന്റെ സമ്മതം കൂടാതെ അന്യ സ്ത്രീകളെ തൊടരുത്. വേറൊരു സ്ത്രീയെ അവിടുന്ന് തൊട്ടാൽ പിന്നെ ഞാൻ അവിടുത്തെ അടുക്കൽ വരില്ല. നമ്പൂരിപ്പാട് പറഞ്ഞു, ഇല്ല, എന്റെ അച്ഛനാണില്ല, നിന്റെ അനുവാദം കൂടാതെ ഞാൻ യാതൊരു സ്ത്രീയെയും തൊടുകയില്ല. ഇത് കേട്ടപ്പോൾ യക്ഷി സന്തോഷത്തോടുകൂടി എന്നാൽ ഞാൻ പതിവായി വന്നുകൊള്ളാമെന്ന് പറഞ്ഞു പോവുകയും പിന്നെ പതിവായി രാത്രി തോറും നമ്പൂരിപ്പാട്ടിൽ അടുക്കൽ വന്നുകൊണ്ടിരിക്കുകയും കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവർ പരസ്പര സ്നേഹകുലരായി തീരുകയും ചെയ്തു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മഹൻ നമ്പൂരിപ്പാട്ടിലെ വേദധ്യയനം നിർത്തി. ഇല്ലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനായി അച്ഛൻ നമ്പൂരിപ്പാട് ഒരു ദിവസം തൃശ്ശൂർപേരൂരിൽ വന്നു. അച്ഛൻ തന്നെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ യക്ഷിയെ പിരിഞ്ഞു പോകണമല്ലോ എന്ന് വിചാരിച്ച് നമ്പൂരിപ്പാട്ടിനിക്ക് വളരെ വ്യസനമായി. അന്ന് രാത്രിയിൽ യക്ഷി വന്നപ്പോൾ നമ്പൂരിപ്പാട് വളരെ മനസ്താപത്തോടുകൂടി
എന്നെ ഇല്ലത്തേക്ക് കൊണ്ടുപോകുവാൻ അച്ഛൻ വന്നിട്ടുണ്ട്. നാളെ രാവിലെ പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ യക്ഷി പറഞ്ഞു, അവിടുന്ന് ഒട്ടും വ്യസനിക്കേണ്ട. അവിടുന്ന് ഇല്ലത്തേക്ക് പോയാൽ പിന്നെ പതിവായി ഞാൻ അവിടെ വന്നുകൊള്ളാം. ഇത് കേട്ടപ്പോൾ നമ്പൂരിപ്പാട്ടിലേക്ക് വ്യസനമെല്ലാം തീർന്നു. വളരെ സന്തോഷമായി. പിന്നെ പതിവ് പോലെ അവർ സുഖമായി ഒരുമിച്ച് രമിക്കുകയും വെളുപ്പാൻ കാലമായപ്പോൾ പോവുകയും ചെയ്തു. രാവിലെ അച്ഛൻ നമ്പൂരിപ്പാട് മകനെ കൂട്ടിക്കൊണ്ട് ഇല്ലത്തിലേക്ക് പോയി. മകൻ നമ്പൂരിപ്പാട് ഇല്ലത്ത് ചെന്ന് താമസമായതിന്റെ ശേഷവും യക്ഷി രാത്രി തോറും പതിവായി അവിടെ വന്ന് ചെന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അച്ഛൻ നമ്പൂരിപ്പാട് മകനെ കൊണ്ടൊന്ന് വേളി കഴിപ്പിക്കണമെന്ന് നിശ്ചയിച്ചു. ചില സ്ത്രീജാതകങ്ങൾ വരുത്തി നോക്കുകയും മുതലായ ചില ശ്രമങ്ങളും തുടങ്ങി. ഈ വിവരമറിഞ്ഞപ്പോൾ താൻ വേളി കഴിച്ചാൽ പിന്നെ യക്ഷി തന്റെ അടുക്കൽ വരികയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും മകൻ നമ്പൂരിപ്പാട്ടിലേക്ക് അത്യന്തം വ്യസനകാരണമായി തീർന്നു. അതിനാൽ അദ്ദേഹം തനിക്ക് വേളി കഴിക്കുവാൻ മനസ്സില്ലെന്നും അതിനായി അച്ഛൻ നിർബന്ധിക്കരുതെന്നും മറ്റൊരാൾ മുഖാന്തരം അച്ഛനെ ഗ്രഹിപ്പിച്ചു. അച്ഛൻ നമ്പൂരിപ്പാട്ടിലേക്ക് അത് കേട്ടപ്പോൾ വ്യസനവും കോപവും സഹിക്കവയ്യാതെയായി തീർന്നു. ഉടനെ അദ്ദേഹം മകനെ വിളിച്ച് കഥയില്ലാത്തവനായി തീർന്നല്ലോ എന്ന് ചോദിച്ചു. നീയൊന്ന് വേളി കഴിച്ച് അതിൽ ചില സന്താനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ കാലം കഴിഞ്ഞാൽ കൊള്ളാമെന്നാണ് എൻ്റെ ആഗ്രഹം. അതൊന്നും സാധിച്ചില്ലെങ്കിലും ഈ തറവാട് നശിക്കാതിരിക്കണമല്ലോ. അതിന് നീ വേളി കഴിക്കാതിരുന്നാൽ പിന്നെ എന്താ മാർഗം? മകൻ പറഞ്ഞു, അച്ഛൻ പറയുന്നതൊക്കെ കാര്യമാണ്. ഇതിനൊക്കെ സമാധാനം പറയുവാൻ എനിക്കറിഞ്ഞുകൂടാ. എന്തൊക്കെയായാലും ഞാൻ വേളി കഴിക്കില്ല. അതിന് അച്ഛൻ എന്നോട് നിർബന്ധിക്കരുത്. അച്ഛൻ പറഞ്ഞു, വേളി കഴിക്കുകയില്ല എന്ന് പറഞ്ഞാൽ മതിയോ? കഴിക്കുകയില്ലാത്തതിൻ്റെ കാരണം എന്താണ്? അതും കൂടി കേൾക്കട്ടെ. മകൻ പറഞ്ഞു, കാരണമൊന്നുമില്ല, എനിക്കതിന് മനസ്സില്ല, അത്രയേ ഉള്ളൂ. അച്ഛൻ പറഞ്ഞു, വേണ്ടുന്ന കാര്യം ചെയ്യുവാൻ മനസ്സില്ലെങ്കിൽ നീ ഈ തറവാട്ടിൽ കയറരുത്. എവിടെയെങ്കിലും പൊയ്ക്കോണം. ഏഭ്യ, നിനക്ക് മനസ്സില്ലല്ലേ? എൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ പറയുവാൻ ധൈര്യമുണ്ടായല്ലോ നിനക്ക്. പോ എൻ്റെ മുമ്പിൽ നിന്ന്. നിന്നെ ഇനി ഇവിടെ കണ്ടാൽ ബാക്കി ഞാൻ പറയാം. ഇങ്ങനെ അച്ഛൻ കോപത്തോടുകൂടി ശകാരിച്ചത് കേട്ടപ്പോൾ സാധുവും ശുദ്ധഹൃദയനുമായ മകൻ നമ്പൂതിരിപ്പാട്ടിലേക്ക് വ്യസനം സഹിക്കാതെ വയ്യാതെയായി. ഈ സംഭാഷണം ഉണ്ടായത് രാത്രിയിൽ അത്താഴത്തിന് മുമ്പായിട്ടായിരുന്നു. അതിനാൽ മകൻ നമ്പൂതിരിപ്പാട് വ്യസനം നിമിത്തം അത്താഴമുണ്ണാതെ കരഞ്ഞുകൊണ്ട് പോയി കിടന്നു. പതിവ് സമയമായപ്പോൾ യക്ഷി അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. അപ്പോൾ അദ്ദേഹം വ്യസനിച്ച് കരഞ്ഞുകൊണ്ട് കിടക്കുകയാണെന്ന് യക്ഷിക്ക് മനസ്സിലായതിനാൽ വ്യസന കാരണം എന്താണെന്ന് ആരാഞ്ഞു. ഈ സംഗതി യക്ഷിയോട് പറയുവാൻ അദ്ദേഹത്തിന് വളരെ മടിയും ലജ്ജയും ഉണ്ടായിരുന്നതിനാൽ ആദ്യമൊന്നും പറയാതെ ഉപായത്താൽ കഴിച്ചുകൂട്ടുവാൻ അദ്ദേഹം കഴിയുന്നതും ശ്രമിച്ചു നോക്കി. എങ്കിലും യക്ഷിയുടെ നിർബന്ധം നിമിത്തം ഒടുക്കം പരമാർത്ഥമൊക്കെ അദ്ദേഹം യക്ഷിയോട് പറഞ്ഞു. അപ്പോൾ യക്ഷി പറഞ്ഞു, അവിടുന്ന് ഒട്ടും വ്യസനിക്കേണ്ട. വേളി കഴിക്കുന്നതിന് എനിക്ക് യാതൊരു വിരോധവുമില്ല. അവിടുന്ന് വേളി കഴിക്കാതെ ഇരുന്നാൽ ഈ തറവാട് നശിച്ചു പോകുമല്ലോ. ഞാൻ നിമിത്തം അങ്ങനെ വരുന്നത് എനിക്ക് വളരെ വ്യസനമാണ്. അവിടുന്ന് വേളി കഴിച്ചാലും എന്നെ ഉപേക്ഷിക്കരുത് എന്ന് മാത്രമേ എനിക്ക് ദുർബന്ധമുള്ളൂ. വേളി കഴിച്ചാൽ ഒന്നരാടൻ ദിവസം ആ അന്തർജനത്തിന്റെ അടുക്കൽ സഹശയനം ചെയ്തു കൊള്ളണം. ഒന്നരാടൻ മാറി വേറെ സ്ഥലത്ത് കിടന്നുകൊള്ളണം. ആ ദിവസങ്ങളിൽ ഞാൻ അവിടുത്തെ അടുക്കൽ വന്നുകൊള്ളാം. അതിനാൽ നാളെ രാവിലെ അച്ഛൻ്റെ അടുക്കൽ ചെന്ന് വേളി കഴിക്കുവാൻ സമ്മതമാണെന്ന് പറയണം. അച്ഛൻ പറഞ്ഞതിനെ കേൾക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മകൻ നമ്പൂരിപ്പാട്ടിലേക്ക് വളരെ സന്തോഷമായി. പിന്നെ അവർ രണ്ടുപേരും കൂടി രാത്രിയെ സുഖമായി നയിച്ചു. വെളുപ്പാൻ കാലമായപ്പോൾ യക്ഷി പോയി. നമ്പൂതിരിപ്പാട് രാവിലെ എണീറ്റ് അച്ഛൻ്റെ അടുക്കൽ ചെന്ന് വേളി കഴിച്ചു കൊള്ളാമെന്ന് സമ്മതിച്ചു പറയുകയും അച്ഛൻ നമ്പൂരിപ്പാട് അത് കേട്ട് സന്തോഷിക്കുകയും താമസിയാതെ ഒരു മുഹൂർത്തത്തിൽ മകന്റെ വേളിയും കുടിവെപ്പും കേമമായും ഭംഗിയായും നടത്തുകയും ചെയ്തു. വേലി കഴിച്ചതിന് ശേഷം മകൻ നമ്പൂതിരിപ്പാട് യക്ഷി പറഞ്ഞിട്ടുള്ളതുപോലെ ഒന്നരാടൻ ദിവസം അന്തർജനത്തിന്റെ അടുക്കലും ഒന്നരാടൻ വേറെയും കിടന്നുകൊണ്ടേയിരുന്നു. ആ ഒരു ദിവസം മുറുക്കി യക്ഷി അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അന്തർജനം ഗർഭം ധരിക്കുകയും 10 മാസവും തികഞ്ഞൊരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. മകൻ നമ്പൂരിപ്പാട് പുത്രന്റെ ജാതകകർമ്മം, നാമകരണം, അന്നപ്രാശനം മുതലായവ അച്ഛന്റെ സഹായത്തോടും ആജ്ഞപ്രകാരവും യഥാകാലം വേണ്ടതുപോലെ നടത്തി. അപ്പോഴേക്കും അച്ഛൻ നമ്പൂരിപ്പാട് അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ തന്റെ പൗത്രമുഖം കണ്ട് സന്തോഷിച്ചുകൊണ്ട് ചരമഗതിയെ പ്രാപിച്ചു. പിന്നെ മകൻ നമ്പൂതിരിപ്പാട് അച്ഛന്റെ പിണ്ടം, സന്വത്സര ദീക്ഷ, 12-ാം മാസം മുതലായവ യഥാശക്തി കഴിച്ചുകൂട്ടി. അപ്പോഴേക്കും മകനെ ഉപനയിക്കുവാനുള്ള കാലമായി. പിന്നെ അതിന് മുഹൂർത്തം നിശ്ചയിക്കുകയും ക്രിയാദികൾക്കും മറ്റും വേണ്ടുന്ന ആളുകളെയൊക്കെ ക്ഷണിക്കുകയും സാമാനങ്ങളെല്ലാം വട്ടം കൂട്ടുകയും ചെയ്തു.
ഉപനയനത്തിന്റെ തലേദിവസം രാത്രി യക്ഷിയുടെ മുറിയായിരുന്നതിനാൽ യക്ഷി പതിവ് പോലെ നമ്പൂരിപ്പാടിലെ അടുക്കിലെത്തി. അപ്പോൾ നമ്പൂരിപ്പാട് പ്രസംഗവശാൽ നാളെ കാലത്ത് കുംഭരാശി മുഹൂർത്തത്തിന് ഉണ്ണിയുടെ ഉപനയനം കഴിച്ചാൽ കൊള്ളാമെന്ന് വിചാരമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ യക്ഷി, എന്നാൽ എനിക്കൊരാഗ്രഹമുണ്ട്, അത് അവിടുന്ന് സാധിപ്പിച്ചു തരണം. അവിടുത്തെ പ്രധാന ഭാര്യ അഗ്നിസാക്ഷികമായി വിവാഹം ചെയ്യപ്പെട്ട ആ അന്തർജനമാണെങ്കിലും ആദ്യ ഭാര്യ ഞാനാണല്ലോ. അതിനാൽ അവിടുത്തെ പുത്രനായ ഉണ്ണിക്ക് ഞാൻ വല്യമ്മയാണ്. അതുകൊണ്ട് നാളെ ഉപനയന സമയത്ത് ഉണ്ണി ക്രിയാംഗമമായി ഭിക്ഷ യാചിക്കുമ്പോൾ ആദ്യം ഭിക്ഷ കൊടുക്കുവാൻ ഞാനായാൽ കൊള്ളാമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. അത് അവിടുന്ന് അനുവദിക്കുകയും എന്നെ കൊണ്ട് നടത്തിക്കുകയും വേണം. സമയമാകുമ്പോൾ ഞാനൊരു അന്തർജനത്തിന്റെ വേഷത്തിൽ ഇവിടെ വന്നു കൊള്ളാമെന്ന് പറഞ്ഞു. ഉടൻ നമ്പൂതിരിപ്പാട്, അതിനെന്ത് വിരോധമാണ്, എനിക്കത് വളരെയും സന്തോഷമാണ്. സമയമാകുമ്പോൾ ഇവിടെ വന്നുകൊള്ളൂ, കാര്യം ഞാൻ നടത്തിച്ചു കൊള്ളാമെന്ന് സമ്മതിച്ചു പറയുകയും ചെയ്തു. ക്രിയയ്ക്ക് വേണ്ടുന്ന ആളുകളും ഓതിക്കോനും ചാർച്ചക്കാരും വേഷക്കാരും മറ്റുമായിട്ടുള്ളവരും വേറെ അനേകം ബ്രാഹ്മണ ശ്രേഷ്ഠവരും അന്തർജനങ്ങളും കിടാങ്ങളുമൊക്കെ തലേ ദിവസം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴേക്കും എല്ലാവരും കുളിച്ച് തച്ചുടുത്ത് ഹാജരായി. ഉടനെ ക്രിയകൾ ആരംഭിക്കുകയും ചെയ്തു. ഭിക്ഷ കൊടുക്കുവാനുള്ള സമയമായപ്പോഴേക്കും മറുകുടയും പുതപ്പും ധരിച്ച് അന്തർജനത്തിന്റെ വേഷവുമായി കുറെ അരിയും ഒരു പാത്രത്തിൽ എടുത്തും കൊണ്ട് യക്ഷിയും ആ സ്ഥലത്തെത്തി. യക്ഷി ചെന്ന് യാതൊരു ശങ്കയും കൂടാതെ അന്തർജനങ്ങളുള്ള ആ കൂട്ടത്തിൽ കയറി നിലയായി. അന്തർജന വേഷധാരണിയായ യക്ഷിയെ കണ്ടപ്പോൾ തന്നെ നമ്പൂരിപ്പാട്ടിലേക്ക് ആളിനെ മനസ്സിലായി. എങ്കിലും ശേഷമുള്ള ബ്രാഹ്മണരുടെയും അന്തർജനങ്ങളുടെയും ഇടയിൽ ഈ അന്തർജനം ഏതാണ്, എവിടുത്തേതാണ്, എന്തിനാണ് വന്നത് എന്നും മറ്റുമുള്ളപ്പോൾ സംസാരം തുടങ്ങി. ഏതായാലും തുടരുത് എന്ന് പറഞ്ഞ് ശേഷമുള്ള അന്തർജനങ്ങളെല്ലാം മാറി നിന്നു. ഭിക്ഷ യാചിക്കുക എന്ന ക്രിയയായപ്പോൾ നമ്പൂരിപ്പാട് ഓതിക്കോനോട്, ഇപ്പോൾ വിശേഷാൽ വന്നിരിക്കുന്ന ആ അന്തർജനത്തിന്റെ അടുക്കൽ വേണം ഭിക്ഷ യാചിപ്പിക്കാൻ എന്ന് പറഞ്ഞു. ആദ്യം ഭിക്ഷയാടാനും ആ അന്തർജനം വേണം. ഉണ്ണിയുടെ അമ്മ രണ്ടാമത് ഭിക്ഷയായിട്ട് കൊള്ളട്ടെ എന്ന് പറഞ്ഞു. ഓതിക്കോൻ പറഞ്ഞു, അതിവിഹിതമല്ല, ഉണ്ണിയുടെ അമ്മയാണ് ആദ്യം ഭിക്ഷയിടേണ്ടത്, അത് കഴിഞ്ഞല്ലാതെ മറ്റാർക്കും ഭിക്ഷയിടുവാൻ പാടില്ല. നമ്പൂരിപ്പാട് പറഞ്ഞു, ഇപ്പോൾ വന്നിരിക്കുന്നത് ഉണ്ണിയുടെ വല്യമ്മയാണ്. ഞാൻ ആദ്യം വേളി കഴിച്ചത് ഈ അന്തർജനത്തെയാണ്. അതിനാൽ ഈ അന്തർജനം വേണം ആദ്യം ഭിക്ഷയിടാൻ. ഇത് കേട്ടപ്പോൾ നമ്പൂരിപ്പാട്ടിലെ ചാർച്ചക്കാരും സ്വജനങ്ങളാരും മറ്റവിടുത്തെ വന്നുകൂടിയിരിക്കുന്ന നമ്പൂരിമാരും അന്തർജനങ്ങളും ഓതിക്കോനും എല്ലാവരും അങ്ങ് ഈ ഉണ്ണിയുടെ അമ്മയെ വേളി കഴിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി വേളി കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളാരും അറിയാതിരിക്കുമോ? അങ്ങീ പറഞ്ഞത് ശുദ്ധ ഭോഷ്കാണ്. അല്ലെങ്കിൽ പറയൂ, കേൾക്കട്ടെ, ഈ അന്തർജനം എവിടുത്തെ, ആരുടെ മകളാണ് എന്നും മറ്റുമുള്ള പല ചോദ്യങ്ങളും വഴക്കുകളും തർക്കങ്ങളും കലശായി. ഈ വന്നിരിക്കുന്നത് തൻ്റെ സഹപത്നിയാണെന്നും തന്നെ കൊണ്ട് ആദ്യം ഭിക്ഷയിടുവിക്കയില്ലെന്നും അറിഞ്ഞപ്പോൾ ആ ഉണ്ണിയുടെ അമ്മയായ അന്തർജനത്തിന് കോപവും മനസ്താപവും ദുസ്സഹവുമായി തീരുകയാൽ ആ അന്തർജനം, എനിക്ക് കാണുവാൻ കൊതിച്ച് ആദ്യമുണ്ടായ ഈ ഉണ്ണിക്ക് ആദ്യമെന്നല്ല, ഒരിക്കലും ഈ തെണ്ടിക്കേറി വന്ന വരത്തെ കൊണ്ട് ഭിക്ഷയിടുവാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഉണ്ണിക്ക് ഞാൻ ഭിക്ഷയിട്ടാൽ മതി. ഈ പിശാച് വല്യമ്മ ചമഞ്ഞ് ഇപ്പോൾ എവിടുന്ന് കയറി വന്നത്? എൻ്റെ ഉണ്ണിക്ക് ഇവൾ ഭിക്ഷയിടുകയാണെങ്കിൽ ഇവിടെ മുഖത്ത് ഞാൻ ചൂരെടുത്തെറിയും. ഇത്രയൊക്കെ പറഞ്ഞ് വഴക്കും ചണ്ടയും പൊട്ടിച്ചു തുടങ്ങി. എല്ലാവരും ഇങ്ങനെ തനിക്ക് വിരോധമായി പറഞ്ഞു തുടങ്ങിയാൽ നമ്പൂരിപ്പാടൊന്നും പറയുവാൻ ശക്തനല്ലാതെ അങ്ങനെ വല്ലാതെ അന്ധനായി തീർന്നു. അപ്പോൾ യക്ഷി പറഞ്ഞു, ഞാൻ ഉണ്ണിക്ക് ഭിക്ഷയിടുവാനാണ് വന്നത്. ഉണ്ണിയുടെ അച്ഛന് അത് സമ്മതവുമാണ്. അതിനാൽ നിങ്ങളൊക്കെ എന്തെല്ലാം പറഞ്ഞാലും ഭിക്ഷയിടാതെ ഞാൻ പോവുകയില്ല, നിശ്ചയം തന്നെ. ഉടനെ അന്തർജനം പറഞ്ഞു, നിനക്ക് അത്ര നിശ്ചയവും മിടുക്കുമുണ്ടോ? എന്നാൽ അതൊന്നും അറിയണം. നിന്നെ ഇവിടെ നിന്ന് പുറത്തിറക്കിയല്ലാതെ ഇവിടെ ഇനി ഉപനയനത്തിന്റെ ക്രിയയൊന്നും പാടില്ല. ഞാനാണത് പറയുന്നത്. ഭിക്ഷയിടുവാനും ഭിക്ഷ യാചിക്കുവാനും ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് വേണം എന്ന് പറഞ്ഞു. വരുവിൻ, അത്തമുരുകളെല്ലാം വരുവിൻ, നമുക്കിവളെ പിടിപ്പിച്ച് ഇവിടെ നിന്ന് പുറത്തിറക്കാം. പിന്നെ നമ്പൂരിമാരും വാലിക്കാരും കൂടി ഇവളെ പടിക്ക് പുറത്താക്കി അയച്ചുകൊള്ളു. ഇത്രയും പറഞ്ഞ ശേഷമുള്ള അന്തർജനങ്ങളുടെ സഹായത്തോടുകൂടി യക്ഷിയെ പിടിച്ച് അകത്തു നിന്ന് പുറത്തേക്ക് തള്ളി. ഉടനെ ചില ഉണ്ണി നമ്പൂരിമാരും അവരുടെ ചില ഭൃത്യന്മാരും കൂടി ആ സാധുശീലയായ യക്ഷിയെ അവിടെ നിന്നും പിടിച്ചു തള്ളി പടിക്ക് പുറത്താക്കി. നമ്പൂരിപ്പാട് അയ്യോ സാഹസം പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടേയിരുന്നു. പടിക്ക് പുറത്ത് കൊണ്ടുപോയി തള്ളിയ ഉടനെ ലജ്ജയും കോപവും സഹിക്കുവാൻ പാടില്ലാത്ത യക്ഷി തൻ്റെ സ്വന്തമായ രൂപത്തെ തന്നെ സ്വീകരിച്ച് അവിടെ നിന്നുകൊണ്ട് നമ്പൂതിരിപ്പാടിനോടായിട്ട്, അവിടെ നിന്നൊട്ടും വ്യസനിക്കരുത്, ഇതൊന്നും അവിടുത്തെ ദോഷം കൊണ്ടല്ല എന്ന് എനിക്കറിയാം. എനിക്ക് അവിടുത്തെ പേരിൽ ലേശം പോലും പരിഭവമില്ല. എങ്കിലും ഈ സ്ഥലത്തു നിന്നും ഈ അടിയന്തര കാലത്തും വെച്ച്
എന്നെ ഇപ്രകാരം അപമാനിച്ചതിനാൽ ഇനി 3 തലമുറ കഴിഞ്ഞാൽ പിന്നെ ഈ തറവാട്ടിൽ ഉണ്ണിയുണ്ടായിട്ട് ഉപനയനം കഴിക്കുവാൻ സംഗതിയാവുകയില്ല, നിശ്ചയം തന്നെ. എന്നാൽ ഇപ്പോൾ ഒരു വ്യാഴവട്ടത്തിലധികം കാലമായി എൻ്റെ സാന്നിധ്യം ഈ സ്ഥലത്തുണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഫലമാഹാത്മ്യം ഹേതുവായിട്ടൊടുവിൽ 2 തലമുറയ്ക്കുണ്ടാകുന്ന 2 പുരുഷന്മാർ സരസ്വതി പ്രസാദം കൊണ്ട് വിശ്വവിശ്രുദ്ധന്മാരായി തീരുകയും ചെയ്യും. ഇത്രയും കാലം മനുഷ്യ സഹവാസത്തോടുകൂടി ഞാൻ ഭൂലോകത്തിൽ തന്നെ താമസിച്ചു പോയതുകൊണ്ട് ഇനി ഞാൻ ഞങ്ങളുടെ ലോകത്തിൽ ചെന്നാൽ എന്നെ അവിടെ യഥാപൂർവം സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല. എന്നു മാത്രമല്ല, ഈ അപമാനം അനുഭവിച്ചിട്ട് ഇനി ജീവിച്ചിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ നിന്നെക്കുറിച്ച് വിചാരിച്ച് വ്യസനിക്കരുത്. അകത്തുപോയി ഉപനയനത്തിന്റെ ശേഷം ക്രിയകൾ കൂടി നടത്തി ഇനിയും വളരെ കാലം ഭാര്യാപുത്രാദികളോടും കൂടി സുഖമായി ജീവിച്ചിരുന്നാലും ഞാനിതാ യോഗാഗ്നിയിൽ എൻ്റെ ഈ ദേഹത്തെ ഭസ്മീകരിക്കുന്നു. ഇത്രയും പറയുകയും ഉടനെ ആ യക്ഷി എല്ലാവർക്കും അദൃഷ്ടിയായി ഭവിക്കുകയും ചെയ്തു. ആ തേജസ് മേൽപോട്ടുയർന്ന് മേഘോമണ്ഡലത്തിൽ കയറി മറയുന്നത് എല്ലാവരും കാണപ്പെടുകയും ചെയ്തു. യക്ഷിയുടെ ഈ വാക്ക് കേൾക്കുകയും ഈ അത്ഭുതം കാണുകയും ചെയ്തപ്പോൾ തങ്ങൾ പ്രവർത്തിച്ചത് സാഹസവും അവിവേകവുമായി എന്ന് എല്ലാവർക്കും തോന്നി. എങ്കിലും അതീതകാര്യ ശൂന്യാക്കിം സാത് എന്നാണല്ലോ പ്രമാണം. വെൺമണി നമ്പൂരിപ്പാടന്മാരുടെ സാക്ഷാൽ തറവാട് ഇപ്പോഴും പുരുഷന്മാരില്ലാതെ ശൂന്യപ്രായമായി ഇരിക്കുന്നത് ആ യക്ഷിയുടെ ശാപം കൊണ്ടും ഒടുവിലത്തെ തലമുറക്കാരൻ കൊല്ലം 1066 ആണ്ട് വൃശ്ചിക മാസത്തിലും 1068 ആണ്ട് മകരമാസത്തിലുമായി ദേഹവിയോഗം ചെയ്തതുമായ വെൺമണി അച്ഛൻ നമ്പൂതിരിപ്പാടും മകൻ നമ്പൂതിരിപ്പാടും വിശ്വവിശ്രുദ്ധന്മാരായി തീർന്നതും ആ യക്ഷിയുടെ അനുഗ്രഹ മാഹാത്മ്യം കൊണ്ടെന്നുമാണെന്നുള്ളത് വിശേഷിച്ച് പറയണമെന്നില്ലല്ലോ. ഇപ്പോഴുള്ള വെൺമണി നമ്പൂരിപ്പാടന്മാർ പണ്ടേ തന്നെ ഈ കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള ഒരച്ഛൻ നമ്പൂരിപ്പാടിലെ ശാഖയിലുണ്ടായിട്ടുള്ളവരാണ്. ഇതോടുകൂടി ഐതിഹ്യമാല അധ്യായം 17 അവസാനിച്ചു. ഇനി 18 കുഞ്ചമൺ പോറ്റിയും മറ്റപ്പള്ളി നമ്പൂരിപ്പാടും.